അയ്യോ ഒരാഴ്ച ഈ ചുമ കൂടെ കൂടിയിട്ട് നല്ല സുമയായിരുന്നു, നല്ല സുഖമായിരുന്നു. പച്ചക്കറി വാങ്ങിക്കാൻ ചന്തലിട്ട് ചെല്ലാൻ പറ്റത്തില്ല, എന്തോ തീ പിടിച്ച വിലയാ. 10 കടന്ന് ഉള്ളി ഇപ്പൊ 80 കയറി, 10 കടന്ന് ഉരുളക്കിഴങ്ങ് ഇപ്പൊ 100 കയറി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ജീവിക്കാൻ പറ്റുമോ? പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മാറ്റി വെച്ചാൽ സഞ്ചി ഇതുപോലെ പൊക്കിക്കൊണ്ടെങ്കിൽ പോരണം. പൊടിക്കച്ചേ പൊടിക്കച്ചേ വന്നോ? ഇത്രയും നേരം ഇത് എവിടെ ആയിരുന്നു? എത്ര തവണ ഞാൻ വിളിച്ചു, ഫോൺ എന്തിനാ ഈ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്? ഈ വയസ്സാകാലത്ത് എന്നെ ആര് വിളിക്കാനാ? ഒടുവിൽ കാലം വിളിക്കും, അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കി വെച്ചതാ സ്വിച്ച്. സാധനങ്ങളൊക്കെ മേടിച്ചു പറക്കിയോ? സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കൊച്ചേ എന്തോ തീ പിടിച്ച വിലയാന്നറിയാമോ? എന്ന് കയറാൻ പറ്റത്തില്ല. ഒരു കാച്ചിലെന്നെ നോക്കി ഇങ്ങനെ കാണിക്കുക, ഇനി ഇവിടെ വാങ്ങിച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചില്ല. ഭയങ്കര തീ പിടിച്ച വില. അത് പഴയ കാലമല്ലല്ലോ, ഇപ്പോഴത്തെ സാധനം വിലയൊക്കെ കൂടുവങ്ങ്. പണ്ടത്തെ കാലത്താണെങ്കിൽ എന്റെ അപ്പനാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കിഴങ്ങും കാച്ചിലൊക്കെ കൊണ്ടും തരുമായിരുന്നു വീട്ടിലൊക്കെ. അത് അങ്ങനെ ഒരു അമ്മൂടെ ഞങ്ങളുടെ അപ്പൂപ്പൻ പറഞ്ഞു കാട്ടി കിഴങ്ങ് കിട്ടുന്നുണ്ട്, കാട്ടിപ്പോയി 3 കിഴങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളെ കാണിക്കാതെ അമ്മൂമ്മോട് പറഞ്ഞ് പുഴുകി തരാൻ. അമ്മൂമ്മ അത് പുഴുകി കൊടുത്തു. അപ്പൂപ്പൻ ചമ്മന്തി കൂട്ടിയിട്ട് അടിച്ച് തിന്നിട്ട് പിറ്റേ ദിവസം നേരം പെടുത്ത് ബാത്റൂമിൽ ചെന്ന് വീട് വലിച്ച് ഒറ്റ പോട്ട. അപ്പൂപ്പൻ പന്നിപ്പടക്കമായിരുന്നു കിഴക്കുന്ന വരം കൊണ്ട് കൊടുത്തത്. ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളുടെ അപ്പൂപ്പനെ കാണുന്നില്ല. അപ്പൂപ്പൻ തെങ്ങലാന്ന് തൂക്കടങ്കുരുവി കൂട് വെച്ചേക്കുന്ന പോലെ ഓലെ തൂങ്ങി കിടക്കുക. പിന്നെ അങ്ങനെ അപ്പൂപ്പനെ താഴെ കൊണ്ടുവരും. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ് കല്ലെടുത്ത് ഞങ്ങൾ എറിയാൻ താഴെ നിങ്ങൾ തുണിയെ പിടിക്കണമെന്ന്. ഞങ്ങൾ പിള്ളേരാണ് കൂടി തുണി വലിച്ചു പിടിച്ചു. ഞങ്ങൾ ഒറ്റ ഏറും അപ്പൂപ്പൻ വന്ന് തുണിയെ വന്ന് വീണ് തെറിച്ച് നേരെ ചെന്നിട്ട് അമ്പുചാശി വല്യമ്മ കുളിക്കുമായിരുന്നു. കുളിമുറി ചെന്ന് കയറി. അമ്പുചാശി വല്യമ്മ വിടുവോ? ഞാൻ കുളിച്ചിട്ട് ബന്ധങ്ങളെ കയറി വന്നിട്ട് സോപ്പും വെള്ളം കൂട്ടി അങ്ങനെ പുറത്തെറിയ 3-4 അടി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ അപ്പൂപ്പൻ നല്ലതായിട്ട് പുറം തേച്ചു കുളിച്ചത്. കഴിക്കാൻ വാ എടുത്ത് വെക്കുന്നു. കഴിക്കാനുള്ളത് എടുത്തു വെച്ചേക്കുന്നു വരാനെന്ന്. എനിക്ക് വേണം, ഞാൻ ചന്തയിൽ നിന്ന് മീൻ കൂട്ടി തിന്നായിരുന്നു. ഈ കൊച്ചുവെള്ളപ്പാലത്ത് മീൻ കൂട്ടി തിന്നു. മീൻ കൂട്ടി തിന്നു പറഞ്ഞാൽ അങ്ങോട്ട് ചന്ത ചെന്നപ്പോ മീൻ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ കാണാതെ കൈ ഇടാൻ നേരത്തെ അങ്ങനെ പെടലിക്ക് പിടിച്ച മീൻ കൊട്ടയ്ക്കകത്ത് തല ഇങ്ങനെ ഒറ്റ വെപ്പും ന്യൂട്രി ഞാൻ 3 മീൻ അങ്ങ് വിഴുങ്ങി. കൊള്ളാം. ചുമ്മാ അല്ല നടന്നു വരുന്ന വഴിക്ക് ഒരു പൂച്ച പുറകിന് വന്നത്. നടന്നു വരുന്ന വഴി നാട്ടുകാർ അതും ഇതും ചോദിക്കാൻ തുടങ്ങി. എന്തുവാ? എന്റെ കൊച്ചുവളത്തിലായിരുന്നു വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിനക്ക് വിശേഷമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് വിശേഷം ഉണ്ടെന്ന് കാണിക്കാനായിരുന്നു. ഞാൻ സമയത്ത് പ്രസവിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കും? ഡേറ്റ് മാറ്റി അങ്ങ് പറഞ്ഞാൽ മതി. ഡേറ്റ് മാറ്റാൻ ഇത് ഷൂട്ടിംഗ് നടക്കുമല്ല. കല്യാണം കഴിച്ചപ്പോ അങ്ങോട്ട് വീട്ടണമായിരുന്നു. നീ എന്തിനാണ് ഇവിടെ നിന്നത്? നിങ്ങൾ ഈ കല്യാണം നടത്തി തന്നത് അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കല്യാണം വേണ്ടെന്ന്? ഞാൻ പറഞ്ഞു എനിക്ക് ആ ചെറുക്കനെ സത്യം പറഞ്ഞ ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കല്യാണം പന്തൽ വെച്ച് തന്നെ ചെറുക്കനെ പറ്റ പരിപാടി എന്നോട് കാണിച്ചത്. അതെന്തോ കാണിച്ചു അപ്പൂപ്പൻ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ പറയും. അപ്പൂപ്പന് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞപ്പോ ഇവൻ എനിക്ക് ദക്ഷിണ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറംകാലം കൊണ്ട് എന്റെ ഉച്ചയ്ക്ക് ചവിട്ടി അവിടെ വെച്ചു. തുറന്ന് പറയണ്ടേ അപ്പൂപ്പൻ? നമുക്ക് അന്നേരം ഈ കല്യാണം മുടക്കായിരുന്നു. അന്നേരം കല്യാണം മുടക്കാൻ എനിക്ക് സദ്യ കഴിക്കാൻ പറ്റുന്നത്. എനിക്ക് ഇലക്കകത്ത് ഡ്രൈവ് ചെയ്യണമായിരുന്നു. മനസ്സിലായില്ല. ഞാൻ കാണിച്ചു തരാം. ഇല ഇങ്ങനെ ഇട്ടട്ടെ കായ്സോ പപ്പടം കൂട്ടി ഞാൻ ഞെവിടിട്ടെ ഇങ്ങനെ വടിക്ക് മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കൊട്ടി. സമാധാനമായല്ലോ. അവൻ നിന്നെ തിരക്കി ഇവിടെ വരും. അന്നേരം ഞാൻ ചോദിക്കും അതിന് ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. ആണോ? എന്നാലും അവൻ മണത്തിവിടെ വരും. മണത്തിവിടെ വരുമ്പം ഈ പഴയ എന്നെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കൂടി. അവൻ ധൈര്യം വരാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ പഴയ സ്വഭാവം ഞാൻ പഴയ ആരാന്ന് ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കൂടി. എനിക്ക് തോന്നുന്നില്ല വയസ്സും പ്രായമൊക്കെ ആയ അപ്പൂപ്പന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. അല്ല വരട്ടെ. തിരിഞ്ഞു നോക്കാനെ കൊണ്ട് പഴയ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചേ. എന്തോ പള്ളിക്കാട്ടോ? അല്ല ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ ഞാനാ പറഞ്ഞത്. പള്ളിക്കാട്ടത്ത് എന്നെക്കാട്ടി ഭംഗിയുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തോന്നുന്നു. ഞാൻ മുഖം കഴുകിയിട്ട് വരാവേ. മുഖം കഴുകിയാൽ ചമ്മൽ മാറത്തില്ല, അഴുക്കേ പോകത്തുള്ളൂ. സ്ഥലം മാറി നിന്ന കൗണ്ടർ കിട്ടത്തില്ല. എവിടെ കാടി? എന്താണ് ഫോൺ എടുക്കാത്തെ? സിബിൽ സ്കോർ കുറവ്. EMI ഇട്ട് ചോദിച്ചപ്പോ ലോൺ കിട്ടിയില്ല. എടുത്ത് ഫോൺ എടുക്കുന്ന കാര്യമല്ല. എത്ര തവണ തന്നെ ഞാൻ വിളിച്ചടി, എന്താ നീ ഫോൺ എടുക്കാത്തെന്ന്? നിങ്ങൾ വിളിച്ചെന്തിനാ? എന്നോട് സംസാരിക്കാനാണോ? അല്ലടി, ഞാൻ നിന്റെ കോളർ ട്യൂൺ കേൾക്കാൻ വിളിച്ച. എങ്ങനെയുണ്ട് എന്റെ കോളർ ട്യൂൺ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ചേർന്ന കോളർ ട്യൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. നീ എന്നെ അറിയാതിരുന്നാൽ എന്തിനാണിനി എന്റെ ജന്മോ? അതെന്നാണ് ചോദിക്കുന്നത്. നിന്നെ പോലുള്ള ജന്മമൊക്കെ എന്തിനാടി? നീ എന്റെ വീട്ടിൽ നിന്ന് എന്തിനാടി ഇവിടെ വന്നേ? എന്തൊരു കുട്ടിയും പറിച്ചു വന്നേ? ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല. നീ ഭൂമിയിലൊന്ന് നിക്കാമോ ആദ്യം? നിക്കാമോ? ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? ഇവൾ എന്തൊരു അഹങ്കാരിയാണെന്നറിയാവോ? കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ സമയത്തൊക്കെ ഇവൾ എന്ത് പറയുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവസാനം ഞാൻ ആ കൊടുപ്പങ്ങ് നിർത്തി. അതെന്താ നിർത്തിയെന്ന് പറ. അവസാനം ഇവള് തെറി പറയാൻ തുടങ്ങി. ഞാനത് ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കും. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ
അങ്ങനെ വാങ്ങിച്ചു തരണം അങ്ങോട്ട്. നിങ്ങൾ കേൾക്കണം, ഞാൻ ഒരു ദിവസം രാവിലെ വായ്നോട്ടം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഇവിടെ കാണാനില്ല. ഞാൻ പോയി ഇവിടെ വീട്ടില്, കാരണം പെണ്ണുങ്ങളെ പിറകി ചെന്ന ഓടി അച്ഛനമ്മമാരുടെ അടുത്തോട്ടാണ് ചെല്ലുന്നേ. അവിടെ ചെന്നപ്പോ അവിടെ ചെന്നിട്ടില്ല. അവിടെ അച്ഛനും അമ്മയാണ് പറഞ്ഞത് അപ്പൂപ്പൻ കൊഞ്ചിച്ച് വളർത്തുന്ന കൊച്ചാണ് അപ്പൂപ്പന്റെ വീട്ടിൽ കാണുമെന്ന്. സത്യം പറയാമല്ലോ, ഇവള് പിണങ്ങി പോകുന്ന കാര്യം കേട്ടിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛൻ എന്തോ ഒരു കരച്ചിലായിരുന്നു അറിയാൻ വേണ്ടി. എന്റെ അച്ഛൻ ഇച്ചിരി ലോല ഹൃദയം, എന്റെ കൂട്ടൊന്നും അല്ല. എന്റെ അമ്മ എന്തോ പറഞ്ഞെന്ന് പറ. മരുമാന്റെ മുമ്പ് പട്ടിയെ പോലെ മോങ്ങാത്ത നിർത്ത മനുഷ്യാന്ന്. നിന്റെ അമ്മയുണ്ടല്ലോ, അവരെ കുമ്പിട്ട് തൊഴണം, കാലെ കുമ്പിട്ട് തൊഴണം. അവരെ എന്തോ സ്നേഹമുള്ള സ്ത്രീയാണെന്ന് അറിയാം. അവര് പറഞ്ഞു മോനെ ഒന്നും വിഷമിക്കണ്ട, അവള് തിരിച്ചു വരും, മോൻ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്നും. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അല്ല, കൈ കഴുകാൻ വെള്ളം തരാൻ. എന്നിട്ട് ആ അമ്മ ഉണ്ടാക്കി തന്ന നല്ല പുത്തരിച്ചോറും നല്ല കിടക്കാച്ചി എരിവുള്ള ബീഫും കഴിച്ച് ഞാൻ കണ്ണു നിറഞ്ഞു പോയി. സാധാരണ ഞങ്ങൾ കഴിക്കുമ്പോ വയറാ നിറയാറ്. സന്തോഷം കൊണ്ടത് കണ്ണും വയറും നിറഞ്ഞു. എന്നിട്ട് ആ മുറ്റത്തിരുന്ന് 2 ഏമ്പക്കം വിട്ടിട്ടാ ഞാൻ വീട്ടിൽ പോകുന്നത്. എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി തിന്നിട്ട് മിറ്റത്ത് നിന്ന് ഏമ്പക്കം വിടാൻ നിങ്ങൾക്ക് നാണമില്ലയോ മനുഷ്യ? ആഹാരം കഴിച്ചിട്ട് ഏമ്പക്കം വിടാതെ ഞാൻ റോക്കറ്റ് വിടാൻ പറ്റൂല. അത് കൊള്ളാം. എനിക്ക് മതിയായി, സത്യം പറയാലോ. ആ വീട്ടിൽ ജീവിച്ച് എനിക്ക് മതിയായി. എനിക്ക് ആ വീട്ടില് ഇവിടെ പറഞ്ഞു കേട്ടാ തോന്നുന്നു ഇവിടെ ആ വീട്ടിൽ ഞങ്ങള് കഷ്ടപ്പെടുത്തുവന്ന്. നിങ്ങൾക്കറിയാം എത്ര ജോലിക്കാരാന്നറിയാം എന്റെ വീട്ടില്. അത് ശരിയാ, പക്ഷെ തെറ്റിദ്ധരിക്കരുത്. വേലക്കാരല്ല. ഇയാടെ അച്ഛന്, കൊച്ചച്ഛന്, ഇയാടെ അളിയന്, ഇങ്ങനെ റാങ്ങള എല്ലാരും ജോലിക്ക് പോകും. ഇയാൾക്ക് മാത്രം ജോലിയില്ല. എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. സത്യം പറയാലോ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഭയങ്കര പണക്കാരാണ്. എനിക്ക് തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഉണ്ട്, ഭയങ്കര പണക്കാരാണ്. നാണമില്ലല്ലോ മനുഷ്യ. ഇവർ അമ്മ അയൽക്കൂട്ടിൽ നിന്ന് പിരിഞ്ഞപ്പോ അവിടെ പൊന്നാട ഇട്ട് കൊടുത്തു. അത് വെച്ച് ഞങ്ങളുടെ അമ്മാവന് മരിച്ചപ്പം തലക്കടിയുന്ന ഗോൾഡ് കിട്ടിയതായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിന് അത് വിറ്റ് കാണും. അപ്പൊ പണയം വെച്ചോ? ഇല്ല, കത്തിച്ച് ഞാൻ വലിച്ചു. പഞ്ഞി എടുത്ത് ഞാൻ കട്ടപ്പോട്ടിലും കിട്ടി. അങ്ങനെ ഞങ്ങളുടെ വീടുണ്ടല്ലോ, നിങ്ങൾ കണ്ട ഞെട്ടും. 3500 സ്ക്വയർ ഫീറ്റിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം പോലെ കിടക്കുക ഞങ്ങളുടെ വീട്. അടുക്കള എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, എന്റെ ദൈവം നടന്നാ തീരത്തില്ല. അതുപോലെ വലിയ അടുക്കളയാ ഞങ്ങളുടെ. വലിയ അടുക്കളയാ. പോരാത്തതിനൊരു ചെലവ് വെച്ചിട്ടുണ്ടോ അടുക്കളക്കകത്ത്? ചെലവ് പിന്നെ ആ പാചകത്തിൽ ഇങ്ങനെ മുഖം പാമ്പ് പോലിരിക്കുന്ന എന്തുവാ ചെലവ്? അതിനകത്ത് ഞാൻ തേങ്ങ തിരുപ്പത്തില്ല. നിങ്ങളുടെ അച്ഛൻ പലപ്പോഴും സമയം കളയുന്ന അതിനകത്തിട്ട് ഉറച്ചേട്ടാ പുറം. എന്റെ വലിയ അടുക്കള തന്നെ. നീ എന്താ പറഞ്ഞാലും മനുഷ്യ, നിങ്ങൾ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിട്ടല്ലയോ വീട്ടിൽ മേടിക്കുന്ന പാല്, പച്ചക്കറികള്, മുട്ട, മീൻ എല്ലാം അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പറയുന്നത്? അപ്പുറത്തെ വീടല്ലടി, അത് അപ്പുറത്തെ റൂമാണ്. അത്രയ്ക്ക് വലുതായിട്ട് നിനക്ക് തോന്നുന്നു അപ്പുറത്തെ വീടാണ്. സത്യം പറയാലോ, എന്റെ അടുക്കള ഒരു ദിവസം ഇവിടെ കറി ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ തപ്പി നടക്കുവോ എവിടാന്ന്. അതുപോലെ വലിയ അടുക്കള, അതിനെ ഇവിടെ കുറ്റം പറയുന്നത്. കാണിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കാണിക്കാനൊക്കെ ഉണ്ടാ. എടി അതെ, ഞാൻ ഉണ്ടാക്കിയതാ, അല്ലാതെ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ലടി. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ലെന്ന്. പെരക്കകത്ത് കേറി വന്ന് തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ നിക്കറിട്ടിട്ടില്ല, അല്ലെ പെരപ്പുറത്ത് കയറി നീ ഞാൻ തന്തയ്ക്ക് പറഞ്ഞേ. എന്ത് കാണിക്കൽ? അപ്പൂപ്പൻ വന്നു. എന്തോടാ എന്തോടാ വിഷയം? എന്തോടാ എന്തോടാ എന്താ മോനെ? എന്താ മോനെ? ഇയാളിവിടെ കിടന്ന് ഭയങ്കര പൊങ്ങച്ചം പറച്ചില്. എന്തോ ഇയാളാരാ ചോദിക്കുക? എന്തോ നാണമില്ലൂടെ തനിക്ക്? മുടി നരച്ച് മീശ നരച്ച് തിരികെ മാത്രം കറപ്പിച്ചോണ്ട് നടക്കുക. ഞാൻ പറഞ്ഞു വരട്ടി വെച്ചു നടക്കാൻ നിന്നെ കൊല്ലുമെന്ന്. അങ്ങനെ എന്റെ പുരിയാൻ നടക്കാതിരിക്കുന്നു. വീട്ടിൽ ആനയുണ്ട്, ചേനയുണ്ട്, അതും മറിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പൊങ്ങച്ചം. വലിയ വീടാ, വലിയ വീടാ. തിളങ്ങുന്ന ഉടുപ്പുണ്ട്, തിളങ്ങുന്ന വാച്ചുണ്ട്, സ്റ്റീലിന്റെ വളയുണ്ട്. ഞാൻ വലിയ വീടാ. നീ അങ്ങനെ കളിയാക്കുന്നു വേണ്ട. എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട് വലിയ വീടായിരുന്നു. 16 മുറിയുള്ള കൂട്ടുകുടുംബം. ഞങ്ങളുടെ അച്ഛൻ, അമ്മ, കുഞ്ഞമ്മ, ചെല്ലമ്മ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുന്ന 90,000 പിള്ളേരുണ്ടായിരുന്നു ആ വീട്ടില്. ആ പിള്ളേരാരും പറഞ്ഞ് ഭയങ്കര വിഷയം. ആരാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞ് മക്കളുണ്ടാക്കിയപ്പോ ഞങ്ങളുടെ അപ്പൂപ്പൻ അന്ന് ഞാൻ തറവാട് മൊത്തമൊക്കെ കത്തിച്ചു. കരിയിൽ കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന പാച്ച ഓടുന്നവര് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വേറെ തട്ടി വീണ് ഇവിടെ വീട് വെച്ചു. അതാണ് എന്റെ മിടുക്ക്. അതാണ് എന്റെ മിടുക്ക്. താനൊരു അപ്പൂപ്പനാണോടോ? അപ്പൂപ്പനാണോടോ താൻ? എല്ലാരും ചോദിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോ അങ്ങനെ ഒന്നും പറയത്തില്ല. തനിക്ക് അന്തസ്സുണ്ടോ? കൊച്ചുമോള് ഒന്ന് പിണങ്ങി നിൽക്കുന്ന എന്താന്ന് ചോദിക്കാൻ അന്തസ്സുണ്ടോ? കട്ടും മൂട്ടിച്ചോട്ടാക്കിയാടാ ഞാൻ. അല്ല കഷ്ടപ്പെട്ടോട്ടാക്കിയാ ഞാൻ ഇതൊക്കെ. എനിക്ക് അങ്ങനെ വെല്ലം കൈ നീട്ടിട്ട് കാര്യമില്ലടാ. അങ്ങനെ കൈ നീട്ടിട്ടുള്ളതല്ല ഞാൻ. എനിക്ക് കൈ നീട്ടി ഞാൻ എച്ചിയല്ലടാ. കൂടുതൽ നിങ്ങൾ വർത്താനൊന്നും പറയണ്ട. എനിക്ക് ഇങ്ങനെ ഒരു അപ്പൂപ്പനുണ്ടല്ലോ. അപ്പൂപ്പൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതേ അന്തസ്സായിട്ട് തന്നെ. ഭയങ്കര അന്തസ്. ഇവര് വളർത്തുന്ന കാള ചത്തപ്പോ തൊഴുത്ത് നിന്ന പശുവിനെ വെള്ളസാരി ഉടിപ്പിച്ച് അതിന്റെ കഴുത്തേന്ന് മണിയും പറിച്ച് കളഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി വിധവാ പെൻഷൻ അപേക്ഷ കൊടുത്തല്ലോ. കൂടുതൽ സംസാരിക്കരുത്. അതെന്റെ അപ്പൂപ്പന്റെ നിവൃത്തിയാക്കണ്ട. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു അപ്പൂപ്പൻ? നീ ചോദിക്കണോടി, എനിക്കുണ്ടായിരുന്നു ഒരു അപ്പൂപ്പൻ. എന്റെ 10 വയസ്സ് വരെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീ പിടിച്ച് വിഴുകിയോ? 10 വയസ്സ് കഴിഞ്ഞ് അപ്പൂപ്പൻ വജ്രം തേടി പോയതാ, പിന്നെ കാണാനില്ല.
വജ്രമോ? ആ, അത് ഒരു ദിവസം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദിവസം അപ്പൂപ്പൻ പണി കഴിഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ റോഡിൽ കൂടി ഇങ്ങനെ നിരനിരയായിട്ട് വജ്രം കിടക്കുന്നു. അപ്പൂപ്പൻ ഇത് പറക്കാൻ തുടങ്ങിയപ്പോ അപ്പൂപ്പന് ബുദ്ധി തോന്നി, ഇത് പറക്കിയാ തീരത്തില്ല, ഇതിന്റെ ഉത്ഭവ സ്ഥാനത്ത് ചെന്നാൽ ചാക്കോടെ വാരി എടുക്കാമെന്ന്. എന്നിട്ട് ഈ വജ്രം തിരക്കി അപ്പൂപ്പൻ ഇത് കിടക്കുന്ന വഴിക്കൂടെ ഓടി. അവസാനം കാശ്മീരിൽ ചെന്നപ്പോ റോഡ് തീർന്നു പോയി. പിന്നെ അപ്പൂപ്പൻ തിരിച്ചു വന്നിട്ടില്ല. അന്നേരമാണ് അപ്പൂപ്പൻ അറിഞ്ഞത് അത് വജ്രങ്ങളായിരുന്നു. റോഡിന്റെ സൈഡിലെ റിഫ്ലക്ട് ലൈറ്റ് കിടന്ന് കത്തുവായിരുന്നു. റോഡിന്റെ സൈഡിലെ റിഫ്ലക്ടർ കണ്ടിട്ട് മനസ്സിലാകുന്ന ആ മണ്ടൻ ഏതാണ്? അവൻ ഏതാണ്? അയ്യോ, ട്രാഫിക് ലൈറ്റ് കണ്ടിട്ട് 3 ചക്ക നിൽക്കുന്നു, ഒന്ന് പച്ച, ഒന്ന് പഴുത്തത്, ഒന്ന് മഞ്ഞപ്പരുവം എന്ന് പറഞ്ഞ ആളല്ലേ ഇവിടെ. നീ ഇളകരുത്. കൈ ചൂണ്ടി സംസാരിക്കരുത് എന്റെ അപ്പൂപ്പനോട്. എന്റെ മുടി ഇളകുന്നു. മുടി മാത്രമല്ല, വേറെ പലതും ഇളകും. എന്തോ വേണ്ട, ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് മാന്യതയുടെ പേരില്ല. ഒരു വീട്ടിൽ കയറി വരുന്ന അന്തസ് വേണം. നീ എന്തിനാണ് ഇട്ടിട്ട് ഫ്രീഡം ഉണ്ടായിരുന്നു. പഠിക്കാൻ പറ്റി. നീ എന്തൊന്ന് കാണിക്കണം അങ്ങോട്ട്. നീ എന്ത് കാണിച്ചതാളാ എന്തോ കാണിക്കുമോ? ആരും ഇല്ലെന്ന്. എന്തോ മനുഷ്യൻ നാണം കിട്ടുമോ? അപ്പൂപ്പൻ മക്കൾ പഴക്കോട്ടാക്കണ്ട. ഞാൻ ഇവിടെ കയറി താമസിക്കാനൊന്നും വന്നല്ല. ഇത് ഞാൻ വേറൊരു കാര്യത്തിന് വന്നാ. എന്തോന്ന് പറ. എത്ര സംഭവം? ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നാ. മന്ദസ്മിതൻ ചേട്ടാ ആ കല്യാണം കഴിക്കാൻ പോകുന്നു. ആ കല്യാണം കഴിക്കും. എനിക്കും ഒരു കൂട്ടുകണ്ടേ. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൂപ്പ പറയുന്നത് കേട്ടോ, വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന് പറയാ. അപ്പൂപ്പ കഴിക്കട്ടെ വെച്ചാൽ നമുക്ക് നല്ലൊരു സദ്യ ഒഴിവാക്കട്ടല്ലോ. ഇങ്ങനെയാണോ പറയേണ്ടത്? സമ്മതിക്കത്തില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂട്ട് വരും. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇപ്പൊ വരും. ഞാൻ എന്നോട് വരുമോ? വരും. അന്നാ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. വരുമല്ലോ നീ. ആരാം? അന്നാ കല്യാണം കഴിക്കുന്നില്ല. എന്നാലും പറഞ്ഞു കളഞ്ഞല്ലോ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞപ്പോ വേറൊരു പെണ്ണിനെ കിട്ടുന്നു പറഞ്ഞു കളഞ്ഞല്ലോ. നീ ആ കല്യാണക്കുറി തുറന്നൊന്ന് നോക്കിക്ക്. ഓ, മന്ദസ്മിതൻ വിത്ത് കവിത, എന്റെ പേരുള്ള അതേ പെണ്ണ്. എടി വിവരം കേട്ടവളെ, നമ്മുടെ കല്യാണക്കുറിയാണിത്. അയ്യോ, നമ്മുടെ കല്യാണം. ആ എടി, നീ പിണങ്ങി പോന്നപ്പോഴേ നിന്നെ പറ്റിക്കാൻ വേണ്ടി, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇറക്കിയ ഒരു പരിപാടിയായത്. പറ്റിക്കാൻ വേണ്ടി ചെയ്ത കല്യാണമാണ്. എന്താ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ എന്റെ കല്യാണമാണ്. ചുമ്മാ പറഞ്ഞ നമ്മുടെ കല്യാണക്കുറി വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം. എന്റെ അപ്പൂപ്പന്റെ മുമ്പിൽ വെച്ച് എന്നെ പറ്റിക്കാൻ ഇനി ഞാൻ പോത്തില്ല. ഇപ്പൊ പോണെന്ന് വിചാരിച്ചു എന്നെ പറ്റിക്കാൻ, എന്നെ ചതിക്കാൻ ഞാൻ പോത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഞാൻ നിൽക്കും. ഞാൻ പോത്തില്ല. ഞാൻ ഇല്ല. വരച്ചു നീട്ടാ. പോടാ അവിടെ കൂട്ടത്തി. ക്ലൈമാക്സ്. ആ പോടാ അവിടെ കൂട്ടത്തി. പോടാ.